നമസ്കാരം. വടശ്ശേരി ദാമോദര മേനോൻ സതീശനെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇങ്ങനൊരു പിടുത്തം പിടിച്ചിട്ടുണ്ട്. UDF സർക്കാരിനെതിരെ, സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ ലേഖനം ഇതിനോടൊപ്പം തന്നെ വലിയ ചർച്ചയാവുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ പൂർണ്ണ രൂപം നമുക്കൊന്ന് വായിക്കാം. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരമേറ്റ് ഒരു മാസമാകുന്നു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും അധികാരത്തിലെത്തിയ ശേഷം നടപ്പാക്കുന്നതും പരിശോധിച്ചാൽ തുടക്കത്തിൽ തന്നെ നിലപാടുകളിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുന്നു എന്ന് വ്യക്തം. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന LDF സർക്കാരുകൾ സൃഷ്ടിച്ച മാതൃകയിൽ നിന്ന് നാളുകൾക്കുള്ളിൽ തന്നെ UDF അതിവേഗം തിരിഞ്ഞു നടക്കുകയാണ്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ അവകാശപ്പെടുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമാണ് തീരുമാനങ്ങളെല്ലാം. അതിന്റെ ഉദാഹരണമാണ് സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ധവളപത്രം. LDF നടപ്പിലാക്കിയ ജനകീയ വികസന ബദലുകളുടെയും ക്ഷേമ പദ്ധതികളുടെയും അടിവേരിളക്കുന്ന രാഷ്ട്രീയ നയരേഖയായി വേണം ധവളപത്രത്തെ വിലയിരുത്താൻ. ജനാധിപത്യ സർക്കാരിൽ നിക്ഷിപ്തമായ ക്ഷേമ സേവന വികസന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക മാത്രമല്ല, കേരളത്തെ സാമ്പത്തികമായി തളർത്തുന്ന കേന്ദ്ര ഉപരോധങ്ങളെയും രാഷ്ട്രീയ വിവേചനത്തെയും കണ്ടില്ലെന്ന് നടിക്കുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, ഊർജം എന്നീ അടിസ്ഥാന മേഖലകൾ മുതൽ കരിമണൽ ഖനനവും വിമാനത്താവളങ്ങളും തീരദേശവും തുറമുഖങ്ങളും ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ ഇടങ്ങളെല്ലാം കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കങ്ങളാണ് ധവളപത്രത്തിലൂടെ മറനീക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റുതുലയ്ക്കാനും പ്രകൃതി സമ്പത്ത് സ്വകാര്യ കമ്പനികൾക്ക് ചൂഷണം ചെയ്യാനും വഴിയൊരുക്കുന്നവരാണോ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റുകൾ? നവ ലിബറൽ സാമ്പത്തിക പരിഷ്കരണങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള നയങ്ങൾക്കെതിരെ പ്രതിരോധമുയർത്തിയ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് രൂപപ്പെട്ടത് അത്തരം പോരാട്ടങ്ങളിലൂടെയാണ്. കേരളത്തിന്റെ വിവേചന സമീപനത്തോടുള്ള മൗനത്തിൽ ഒതുങ്ങുന്നതല്ല UDF സർക്കാരിന്റെ സംഘപരിവാർ വിധേയത്വം. വർഗീയ രാഷ്ട്രീയത്തോട് വിട്ടുവീഴ്ചയില്ലെന്ന അവകാശവാദങ്ങളോടെ വോട്ട് പിടിച്ചവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വാക്കുമാറി. സത്യപ്രതിജ്ഞ പൂർണ്ണമായും സംഘപരിവാറിന് വഴങ്ങിക്കൊടുക്കുന്ന ചടങ്ങാക്കി മാറ്റി. മതനിരപേക്ഷ ജനാധിപത്യത്തിന് മുറിവേൽപ്പിച്ച ഈ നടപടി സംഘപരിവാർ നേട്ടമായി ആഘോഷിച്ചു. BJPയുടെ അനുമോദനം തുടർന്നും ലഭിക്കുന്നു. UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം BJPയുടെ പ്രകടന പത്രികയിൽ നിന്നും കാഴ്ചപ്പാടുകളിൽ നിന്നും കടമെടുത്തതാണെന്ന് BJP അവകാശപ്പെട്ടു. ഗവർണർമാരെ ഉപയോഗിച്ച് സർവകലാശാലകൾ വരുതിയിലാക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങൾക്കെതിരെ LDF സർക്കാരുകൾ ഉയർത്തിയ പ്രതിരോധങ്ങളെല്ലാം ഈ സർക്കാർ തുടക്കത്തിലെ തകർത്തു. ഗവർണറുമായി ഒരു തരത്തിലുമുള്ള ഏറ്റുമുട്ടലിനും ഇല്ലെന്ന നിലപാടാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കുന്നത്. RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ 3 VCമാർ പങ്കെടുത്തതിലും സർക്കാർ മൗനം പാലിച്ചു. പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും പ്രതിഷേധത്തിനൊടുവിലാണ് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നിവർ VCമാരെ വിമർശിച്ചെന്ന് വരുത്തിയത്. തിരഞ്ഞെടുപ്പ് കാലത്ത് മതവിദ്വേഷം പ്രചരിപ്പിച്ച ആളായി വെള്ളാപ്പള്ളി നടേശനെ വിശേഷിപ്പിച്ചവർ ഭരണം ലഭിച്ചപ്പോൾ അനുഗ്രഹം വാങ്ങാൻ വരി നിൽക്കുകയാണ്. NDAയുടെ ഭാഗമാണ് വെള്ളാപ്പള്ളി നടേശന്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന BDJS. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തി അഭിവാദ്യം അർപ്പിക്കുന്നു. അനഭിമതനായിരുന്ന വെള്ളാപ്പള്ളി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇവർക്കെങ്ങനെയാണ് അഭിമതനായത്? തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രചാരണങ്ങളെല്ലാം തെറ്റായിരുന്നു എന്നാണോ ഇത് വ്യക്തമാക്കുന്നത്? നിയമന കാര്യത്തിൽ നിത്യേന വിവാദങ്ങൾ ഉണ്ടാകുന്നു. വൈദ്യുതി മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സ്വന്തം സഹോദരി ഭർത്താവിനെ നിയമിച്ചത് വിമർശന വിധേയമായപ്പോൾ അദ്ദേഹത്തെ വെപ്പിക്കേണ്ടി വന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ KB പ്രദീപിന്റെ ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്രീഡറായുള്ള നിയമനം വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. ദേവസ്വം മന്ത്രിയെ പോലും അറിയിക്കാതെ തീരുമാനമെടുത്തത് എന്തിനെന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെ തന്നെ ദേവസ്വം ചുമതല ഏൽപ്പിച്ചത് കേസ് അട്ടിമറിക്കാനാണെന്ന സംശയം വ്യാപകമാണ്. മുൻ നിലപാടുകളിൽ നിന്ന് ഒരു സങ്കോചവുമില്ലാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു. പ്രതിപക്ഷത്തിരുന്ന കാലത്ത് കേന്ദ്ര സർക്കാർ ഇന്ധനവില കൂട്ടുമ്പോൾ സംസ്ഥാനം നികുതിയും സെസ്സും കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്ന് പറഞ്ഞ് തെരുവിൽ സമരം ചെയ്തവരാണ് UDF മന്ത്രിസഭയിലുള്ളവർ. ഇന്ന് അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ ആ വാക്കുകളൊക്കെ മറന്നു. ഇന്ധനവില പലതവണ വർദ്ധിച്ചിട്ടും സംസ്ഥാന നികുതിയോ സെസ്സോ കുറയ്ക്കാൻ തയ്യാറായിട്ടില്ല. PM ശ്രീ വിഷയത്തിൽ വലിയ കോലാഹലമാണ് UDF ഉണ്ടാക്കിയത്. LDF MOU ഒപ്പിട്ടിരുന്നെങ്കിലും പിന്നീട് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. രേഖാമൂലം തന്നെ കത്ത് കേന്ദ്രത്തിന് നൽകുകയും ചെയ്തു.
അതുപ്രകാരം പദ്ധതി നടപ്പാക്കാൻ സാധിക്കില്ല. എന്നാൽ LDF സർക്കാർ ഒപ്പിട്ടതിനാൽ നടക്കാതെ പറ്റില്ലെന്ന വാദമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം വളരെ മുമ്പ് തന്നെ PM ശ്രീയിൽ ഒപ്പുവെച്ചു. കോൺഗ്രസിന് പദ്ധതിയോടുള്ള അനുകൂല സമീപനം ഇതിൽ നിന്ന് വ്യക്തം. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ കാര്യത്തിലും സമാന രീതിയിൽ ജനങ്ങളെ കൈയൊഴിയുന്ന നിലപാടാണ് കാണുന്നത്. 3 ആഴ്ചക്കകം 6 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത്. എന്നിട്ടും ഉദാസീന നിലപാടാണ് വനം വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നത്. പകർച്ചവ്യാധികൾ പെരുകുന്ന സാഹചര്യത്തിലും വീഴ്ചയാണ് സർക്കാരിനുണ്ടായത്. ഭരണത്തിലുള്ളവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് നിപ്പ ഉൾപ്പെടെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ വ്യക്തിയാണ് നിലവിലെ ആരോഗ്യമന്ത്രി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഏകോപനമില്ലായ്മ ഉദ്യോഗസ്ഥരിൽ ചുമത്തി രക്ഷപ്പെടാനാണ് മന്ത്രി ശ്രമിക്കുന്നത്. നിപ്പ കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോഴിക്കോട് ഒരു DMOയെ നിയമിക്കാനായില്ല. ജീവൻ രക്ഷാ മരുന്നുകളുടെ കാര്യത്തിൽ പോലും പരസ്പര വിരുദ്ധ അഭിപ്രായങ്ങളാണ് മന്ത്രിയും ഉദ്യോഗസ്ഥരും പറഞ്ഞത്. മഴക്കാല പൂർവ്വ ശുചീകരണവും മാലിന്യ നിർമ്മാർജ്ജനവും താളം തെറ്റി. ഒറ്റ ദിവസം കൊണ്ട് 10,000-ലധികം ആളുകൾ പകർച്ചവ്യാധി മൂലം ആശുപത്രികളിൽ എത്തുന്നു. ആരോഗ്യ സംവിധാനങ്ങളിലെ പ്രതിസന്ധി തടയുന്നതിനു പകരം സർക്കാർ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരുന്ന ആരോഗ്യ വകുപ്പ് മേധാവിയെ തരം താഴ്ത്തി. പൊതുജനാരോഗ്യ രംഗം 1 മാസത്തിനകം തന്നെ ഇത്ര കുത്തഴിഞ്ഞത് ആശങ്കാജനകമാണ്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതായിരുന്നു UDF വാഗ്ദാനം. എന്നാൽ അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കി. ഓർഡിനറി ബസ്സുകൾ 25% താഴെയാണ്. അതിൽ തന്നെ സിറ്റി ഫാസ്റ്റ് സ്റ്റിക്കറുകൾ പതിച്ച് സൗജന്യ യാത്രയിൽ നിന്ന് ഒഴിവാക്കി. LDF സർക്കാർ നടപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതിയും അട്ടിമറിക്കുകയാണ്. 3720 കോടിയുടെ അതിബൃഹത്തായ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ 2 മാസത്തെ തുക തടഞ്ഞുവെച്ചു. സൗജന്യ യാത്രാ പദ്ധതി വിപുലമാക്കുകയും സ്ത്രീ സുരക്ഷാ പദ്ധതി തുടരുകയും വേണം. ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 308 മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ട നടപടി കടുത്ത നീതി നിഷേധമാണ്. കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും പഠന പിന്തുണ നൽകുന്നതിനും LDF സർക്കാരാണ് മെന്റർ അധ്യാപകരെ നിയമിച്ചത്. ഗോത്ര വിദ്യാർത്ഥികളുടെ പഠനം ഇതോടെ താളം തെറ്റി. തൊഴിലന്വേഷകരായ യുവാക്കൾക്ക് മാസം തോറും 1000 രൂപ ധനസഹായം നൽകുന്ന കണക്ട് വർക്ക് പദ്ധതിയും അട്ടിമറിക്കുന്നു. ചുരുക്കത്തിൽ നെഹ്റുവിയൻ സോഷ്യലിസം അല്ല നടപ്പാക്കാൻ പോകുന്നത്, വലതുപക്ഷ കോർപ്പറേറ്റ് ദാസ്യമാണ് UDF നടപ്പാക്കുന്നത്. പതിറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളിലൂടെ നാം പടുത്തുയർത്തിയ ജനക്ഷേമ മാതൃകകളെ തകർക്കുന്ന സ്വകാര്യവൽക്കരണവും സംഘപരിവാർ പ്രീണനവുമായിരിക്കും ഈ U-ടേണിന്റെ ദിശ നിശ്ചയിക്കുന്നത്. UDF വാഗ്ദാനങ്ങളെല്ലാം കേവലം വോട്ട് തട്ടാനുള്ള തന്ത്രങ്ങളായിരുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. UDF മുന്നോട്ട് വെക്കുന്ന പുതുയുഗം കേരളം കാത്തുസൂക്ഷിച്ച മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യത്തിന് തുരങ്കം വെക്കാനുള്ള മുദ്രാവാക്യം മാത്രമാണെന്ന സൂചനയാണ് കഴിഞ്ഞ 1 മാസം വെളിവാകുന്നതെന്നാണ് നമ്മുടെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ദേശാഭിമാനിയിൽ കുറിച്ച് സത്യം പറഞ്ഞാൽ അച്ചിട്ടല്ലേ അദ്ദേഹം പറഞ്ഞത്. VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ജനങ്ങളോട് പറഞ്ഞതുപോലെ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? അല്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഇന്ന് കേരളം ഭരിക്കുന്നത് BJP സർക്കാരാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശന്റെ ഭരണം എന്നുള്ളതാണ്. BJPക്ക് വലിയ സന്തോഷം പകരുന്ന പലതും ഇവിടെ നടപ്പിലാക്കുന്നു. ഇപ്പൊ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് സർക്കാർ തന്നെ ഇന്നലെ പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നില്ല. നരേന്ദ്രമോദിയുമായി നല്ല ചങ്ങാത്തം വെച്ചു പുലർത്തിക്കൊണ്ട് കേന്ദ്ര നയങ്ങളെയൊക്കെ തഴുകുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം കാണുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ VD സതീശൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രി BJPക്ക് ഒരു അസറ്റാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രതിപക്ഷം എന്തായാലും ഇത്തരം സംഘപരിവാർ പ്രേമലുകൾക്കെതിരെ, സംഘപരിവാർ ഈ വിധേയത്വത്തിനെതിരെ സർക്കാരിനെതിരെ ശക്തമായി പോരാട്ടം നടത്തേണ്ടതുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ, മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾ മുഴുവൻ പ്രതിപക്ഷത്തിനോടൊപ്പം തന്നെ ഉണ്ടാകും. അവർക്ക് പറ്റിയ തെറ്റ് അവർ എന്തായാലും നിങ്ങളിലൂടെ തിരുത്തുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.